നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ചേമ്പ് വറുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിവിടെ ഒരുപാട് ആൾക്കാർ ഫാൻസ് ആയിട്ടുണ്ട്. ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഇത് നമ്മളിവിടെ ലൈവായിട്ട് തന്നെയാണ് വറുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ മോർണിംഗ് ഒരു 6 മണിയോടുകൂടി നമ്മൾ കടവിടെ ഓപ്പൺ ചെയ്യും. നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് ഉള്ളിവട, ഉഴുന്നുവട, പഴംപൊരി, അതുപോലെ ഉണ്ടംപൊരി, സുഗിയൻ, അങ്ങനത്തെ പല ഐറ്റംസും നമ്മൾ സ്നാക്സ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ചായയുടെ ഒപ്പം. നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ചൂടോടുകൂടി കസ്റ്റമേഴ്സിന്റെ കയ്യിൽ അത് എത്താന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ലൈവായിട്ട് ഇവിടെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കടയാണ് കേട്ടോ, പക്ഷേ ഒരുപാട് ഐറ്റംസുകൾ എല്ലാം ലൈവായിട്ട് ആളുകളുടെ കണ്ണ് മുന്നിലാണ് ഉണ്ടാക്കുന്നത്. സംഗതി ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. കാരണം രാവിലെ തന്നെ ലൈവായിട്ട് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതെല്ലാം കണ്ട് കൊതി വന്നാലും ഒരു പേടി പേടിക്കണ്ട. കേരളത്തിൽ എല്ലാവരും ഒരു കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ. എൻ്റെ പേര് ആതിര. നമ്മുടെ ഷോപ്പ് വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ്, കുടമണിക്കം അമ്പലത്തിന്റെ റൂട്ടില് SBI ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഇത് കൊക്കോടയാണ്, ബീട്രൂട്ട് കൊക്കോട എന്ന് പറയും. അത് നമ്മൾ ബീട്രൂട്ട് അരച്ച് ചേർത്തിരിക്കുന്നത് തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ വരുന്നത് ബനാന ചിപ്സ് ആണ്. പിന്നെ കാജ, അതായത് മടക്ക്, അത് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ്, ഇതും നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ശർക്കരപ്പേരി, ഇപ്പം ഓണം പ്രമാണിച്ചിട്ട് സ്പെഷ്യലായിട്ട് വരുന്നതാണ് ശർക്കരപ്പേരി. അതും നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ കട തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ്, കൂടുതൽ മൂവിങ് ആയിട്ട് പോണ ഒരു ഐറ്റമാണ് തിരുപ്പതി ലഡു. തിരുപ്പതി അവിടുത്തെ ഫ്ലേവറിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. ഇത് അധികം സ്ഥലത്തില്ല തിരുപ്പതി ലഡു ഉണ്ട്, എന്നാലും നമ്മുടെ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. നമ്മുടെ ഷോപ്പിൽ 80% പ്രോഡക്ട്സും നമ്മുടെ പ്രോഡക്ട്സ് തന്നെയാണ്. ബാക്കി കുറച്ച് മാത്രമേ പുറത്തുനിന്ന് വരുന്നുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് കസ്റ്റമേഴ്സ് മേടിച്ചോണ്ട് പോയിട്ട് അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സാറ്റിസ്ഫിക്കേഷനാണ്, നമുക്കൊരു പ്രചോദനം കൂടിയാണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ കുറച്ച് ഐറ്റംസേ നമ്മൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആൾക്കാരുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഓരോ ഐറ്റംസ് കൂട്ടി കൊണ്ടുവരായിരുന്നു. അവിടെ വന്നിട്ട് ചോദിക്കും, ഇന്ന ഐറ്റംസ് ഇല്ല, ഇന്ന ഐറ്റംസ് നിങ്ങൾക്ക് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഐറ്റംസ് കൂട്ടി കൊണ്ടുവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്തൊരു സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് അച്ചാറുകളാണ്. നമ്മളിവിടെ ചെമ്മീൻ അച്ചാറ്, അതുപോലെ മാങ്ങച്ചാറ്, നാരങ്ങ അച്ചാറ്, വടുകപ്പുളി അച്ചാറ് എല്ലാം നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണ്. അതുപോലെ കക്കറച്ചിയുടെ അച്ചാറ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ഓൺ പ്രോഡക്ട്സ് തന്നെയാണ്. നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് അതൊക്കെ. ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും നമ്മളിവിടെ ആഡ് ചെയ്യണില്ല. നമ്മുടെ തന്നെ നമ്മൾ വീട്ടിൽ അച്ചാർ ഇടുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ ഇടുന്നത്. അത്രേ നല്ല ഹെൽത്തായിട്ട് ആൾക്കാരുകളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്താ ഈ വലിയ വലിയ പാക്കറ്റുകളാക്കി വെച്ചിരിക്കണേ? ഇത് കൊടുക്കാൻ വേണ്ടിട്ട് കടക്കാർക്ക് ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. അല്ല ഈ ചക്ക അല്ലാത്ത സീസണിൽ ഇത് ഇത്രയും സ്റ്റോർ ചെയ്യാൻ എങ്ങനെ? അപ്പൊ നമ്മള് സീസൺ ടൈമിൽ നമ്മൾ എടുത്തിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവൈലബിൾ അനുസരിച്ച് നമുക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ റീറ്റെയിൽ മാത്രമല്ല കേട്ടോ, നല്ല ഹോൾസെയിലും ഉണ്ട്. ആവശ്യക്കാർക്ക് ചക്ക ചിപ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അതാണ് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ചക്ക മാത്രം. ഓക്കെ. തിരുപ്പതി ലഡു ഇതിന്റെ വലുതും ചെറുതും ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഐറ്റംസുകളുണ്ട്. നമ്മൾ എടുക്കുന്ന ഇവിടുത്തെ വെറൈറ്റികൾ മാത്രമാണ്, ഞാൻ കഴിക്കാത്ത ഐറ്റംസുകൾ മാത്രം കേട്ടോ. തിരുപ്പതി ലഡു, അതുപോലെ ബീട്രൂട്ടിൻ്റെ നമ്മുടെ പൊക്കോട, കട്ടൻചായൻ്റെ കൂടെ കാണുമ്പോൾ അത്ര കളർ ഫീൽ ചെയ്യില്ല. പക്ഷേ ഇതിൽ ഒരു കളറും ചേർക്കാത്തതുകൊണ്ടാണ് റിയൽ ബീട്രൂട്ട് അരച്ച് ചേർത്തിട്ടാണ്. നമുക്കൊക്കെ കളർ കമ്മി. പിന്നെ നല്ല ആവി വറക്കണ ജിലേബി, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാം ഷുഗറൊക്കെ ഉള്ളവർക്ക് അടിപൊളിയായിരിക്കും. ഇതല്ല കേട്ടോ, ചേമ്പ്, ഇപ്പോഴത്തെ വെറൈറ്റി. അതായത് ഇവിടെ ഇത് തയ്യാറാക്കി കുറച്ച് കഴിഞ്ഞതും തീരുന്നൊരു സാധനം ചേമ്പാണ്. കാരണം അത് എല്ലാവരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നല്ല ചൂട് കട്ടനായും ചേമ്പോ. അപ്പോൾ ഇതിൻ്റെ പേരൊരു പ്രത്യേക പേരാണ്, സ്വീറ്റ് ഷോക്ക്. അതായത് ഇവിടെ വന്ന ഷോക്കാവും തോന്നുന്നു, അതായിരിക്കും അങ്ങനെ പേരിട്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ അതാണോ? അപ്പോൾ ക്യാമറമാൻ ആതിരയോടൊപ്പം അടിപൊളി സംഭവം കേട്ടോ. എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ്. കാരണം ചെറിയ കടകളൊന്നും അങ്ങനെ കൊറിയർ അയച്ചു കൊടുക്കാറില്ല. കാരണം ഇത് വീഡിയോ കാണുന്ന കുറേ ആളുകൾ ദൂരസ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞാൽ എല്ലാവിടെയും ഉണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. പക്ഷേ നിലവിൽ കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ. ഫ്യൂച്ചറിൽ എല്ലാവിടെയും ആവൂലേ? ഓക്കെ. നമ്മുടെ സ്വീറ്റ് ഷോക്കിന്റെ ലൊക്കേഷൻ വരുന്നത് ഇരിഞ്ഞാലക്കുട കുടൽമണിക്ക് അമ്പലത്തിന്റെ തൊട്ടടുത്താണ്, SBI ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്യാം.